നാളെ LDC എക്സാമിന് പോകുന്നവർക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു എത്തിനോട്ടം എന്ന രീതിയിലാണ് ഞാൻ കുറച്ച് GK കൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച മലയാളികൾ ആരെന്ന് നോക്കാം. 1965 ഈ ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത്. ഏറ്റവും ആദ്യം കിട്ടിയത് G ശങ്കരക്കുറുപ്പിനാണ്. SK പൊറ്റക്കാട് രണ്ടാമതായിട്ട് കിട്ടിയത് 1980 SK പൊറ്റക്കാടിനാണ്. മൂന്നാമതായിട്ട് കിട്ടിയത് തകഴി ശിവശങ്കരപിള്ള 1984 കിട്ടിയത്. നാലാമതായിട്ട് MT വാസുദേവൻ നായർ 1995 കിട്ടിയത്. അഞ്ചാമതായിട്ട് ONV കുറുപ്പ് 2007 അവാർഡ് കിട്ടിയത്. ആറാമതായിട്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019 അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇന്ത്യയിലെ ഉന്നതമായ ഒരു സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം പുരസ്കാരം. ജ്ഞാനപീഠ ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ശാന്തി പ്രസാദ് ജെയിൻ ആണ്. സമ്മാനത്തുക 11 ലക്ഷമാണ്. ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് G ശങ്കരക്കുറുപ്പ്. കൃതി ഓടക്കുഴൽ. ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആശാപൂർണദേവി 1976 ആശാപൂർണദേവിക്ക് ജ്ഞാനപീഠം കിട്ടിയത്. രണ്ടാമത് കിട്ടിയ വനിത അമൃത പ്രീതം. അത് 1981 അപ്പോൾ ജ്ഞാനപീഠ അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് G ശങ്കരക്കുറുപ്പിനാണ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആശാപൂർണദേവി 1976 രണ്ടാമത് കിട്ടിയ വനിത അമൃത പ്രീതം 1981 ഇനി കുറച്ച് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ നോക്കാം. മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട്, ജവഹർലാൽ നെഹ്റു ശാന്തിവനം, ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ, രാജീവ് ഗാന്ധി വീർഭൂമി, BR അംബേദ്കർ ചൈതന്യഭൂമി, മൊറാർജി ദേശായി അഭയ്ഘട്ട്, ചരൺ സിംഗ് കിസാൻ ഘട്ട്, ഗ്യാനി സെയിൽ സിംഗ് ഏകതാ സ്ഥൽ, ചന്ദ്രശേഖർ ജനനായക് സ്ഥൽ, ജഗജീവൻ റാം സമതാ സ്ഥൽ, ശങ്കർ ദയാൽ ശർമ്മ കർമ്മഭൂമി, ഗുൽസാരിലാൽ നന്ദ നാരായണൻ ഘട്ട്. ഇതൊന്ന് വെറുതെ ഓടിച്ചു നോക്കണം. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി അടുത്തത് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ 9 അത് നമ്മൾ കേരളത്തിൻ്റെ മാപ്പ് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇതൊന്ന് പറയാനായിട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇത്രയുമാണ് കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകൾ. ഇനി ബാക്കി 5 കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ്. അതേതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഇനി കടൽ തീരത്തിനെ കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡ, ഏറ്റവും കുറവ് കടൽ തീരമുള്ള രാജ്യം മൊണാക്കോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാനഡ, ഏറ്റവും കുറവ് കടൽ തീരമുള്ള രാജ്യം മൊണാക്കോ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്, ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവ. കൂടുതലുള്ളത് ഗുജറാത്ത്, കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ, ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള പഞ്ചായത്ത് കുമ്പളങ്ങി, ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ പഞ്ചായത്ത് ആര്യാട്, ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാടി ബീച്ച്, കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാടി ബീച്ച്. മുഴപ്പിലങ്ങാടി ബീച്ചിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്.
കേരളത്തിലാകെയുള്ളൊരു ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാടി ബീച്ച്. PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റായ നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കാം. ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആനന്ദതീർത്ഥൻ. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. ദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം മൗലവി. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസ്ഥാനം ആനന്ദ മഹാസഭ. ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം വടവീശ്വരം. കൊച്ചി രാജാവ് കവിതിലകം പട്ടം നൽകി ആദരിച്ചത് ആരെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ശ്രീനാരായണ ഗുരുവിനു ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം മരുത്വാമല. ദർശനമാല ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരു. തൈക്കാട് അയ്യയുടെ ശിഷ്യൻ ആയിരുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. വിവേകോദയം മാസിക ആരംഭിച്ചത് ആരാണ്? കുമാരനാശാൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം 1853. സമകാലിക ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ജാതിക്കുമ്മി. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് ആരാണ്? തൈക്കാട് അയ്യ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. NSSൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. കേരള ലിങ്കൻ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? പണ്ഡിറ്റ് കറുപ്പൻ. അഭിനവ കേരളം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. തിരുവിതാംകൂർ ഈഴവ മാധവ സമാജം സ്ഥാപിച്ചത് ആരാണ്? TK മാധവൻ. ആത്മാനുതാപം ആരുടെ കൃതിയാണ്? ചവറ കുര്യാക്കോസ് ഏലിയാസ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ നേതാവ് മദൻ മോഹൻ മാളവ്യ. ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിനു ആകാശവാണി എന്ന പേര് നൽകിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്നാരംഭിക്കുന്ന ഉപ്പു സത്യാഗ്രഹ പടയണി ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ള. ഇതോടെ ഇന്നത്തെ റിവിഷൻ ക്ലാസ് കഴിഞ്ഞു. ഇനി നാളെ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.